ഹായ് നമസ്കാരം. ഏറ്റവും ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു ഫേഷ്യലാണ് ഐസ് ഫേഷ്യൽ. നിങ്ങൾ പലതരത്തിലുള്ള ഫേഷ്യലിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. കാർബൺ ഫേഷ്യൽ ഉണ്ട്, ലേസർ ഫേഷ്യൽ, ഗ്ലൂട്ടാത്തയോൺ ഫേഷ്യൽ, വൈറ്റമിൻ സിയുടെ ഫേഷ്യൽ, പലതരത്തിലുള്ള കൊറിയൻ ഫേഷ്യലുകളൊക്കെ കേട്ടിട്ടുണ്ട്. അതുപോലെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന മറ്റൊരു തരം ഫേഷ്യലാണ് ഐസ് ഫേഷ്യൽ. ഹായ്, ഞാൻ ജിജി എബ്രഹാം, സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ്, ലിയ ബ്യൂട്ടി സ്റ്റുഡിയോ ആൻഡ് അക്കാഡമി, ചാലക്കുടി. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് ഈ ഐസ് ഫേഷ്യൽ എന്ന് പറഞ്ഞാൽ. ഒരുപാട് ബെനിഫിറ്റ്സ് ഉള്ള ഒരു ഫേഷ്യലാണ് ഐസ് ഫേഷ്യൽ. എല്ലാ തരം സ്കിന്നുകാർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ഫേഷ്യലാണ്. അപ്പൊ നമുക്ക് ഇതിന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് ആദ്യമായിട്ട് നോക്കാം. നമുക്കൊരു ഇൻസ്റ്റന്റ് ഗ്ലോ കിട്ടുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. പെട്ടെന്ന് തന്നെ നമുക്കൊന്ന് ഫ്രഷ് ആവാനും ഒന്ന് റെഡി ആവാനായിട്ടും ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഐസ്ക്രീം ഫേഷ്യൽ വളരെ നല്ലതാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓപ്പൺ പോസിനെ ടൈറ്റ് ചെയ്യാനായിട്ടും മിനിമൈസ് ചെയ്യാനായിട്ടും ഇത് വളരെ നല്ലതാണ്. ഒരുപാട് ആൾക്കാർക്ക് നമുക്കറിയാം ഓപ്പൺ പോസ് നമുക്ക് വിഷ്വലി കാണാൻ പറ്റുന്ന തരത്തിൽ ഉള്ള സ്കിന്നുള്ളവരുണ്ട്. അങ്ങനെയൊക്കെ ഉള്ളവർക്ക് അത് ടൈറ്റൻ ചെയ്യാനായിട്ടും മുറുക്കം കിട്ടാനായിട്ടും അതുപോലെ തന്നെ അത് മിനിമൈസ് ചെയ്യാനായിട്ടും ഇത് വളരെ നല്ല ഒരു ഫേഷ്യലാണ്. അതുപോലെ തന്നെ പഫ്നെസ് കുറയ്ക്കാനായിട്ട്, പഫ്നെസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ചിലവരുടെയൊക്കെ കണ്ണിന്റെ അടിഭാഗത്ത് ചെറിയൊരു നീർക്കെട്ട് പോലെയൊക്കെ കാണാം, അല്ലെങ്കിൽ ഒരു നീര് വന്ന പോലെ ഒരു തുടിപ്പ്, അങ്ങനത്തെയൊക്കെ പ്രശ്നമുള്ളവർക്ക്, മൊത്തത്തിൽ ഫേസിന് ഒരു പഫ്നെസ് ഫീൽ ചെയ്യുന്നവർക്കൊക്കെ ഈ ഫേഷ്യൽ വളരെ നല്ല ഒരു ചോയ്സ് ആണ്. ആഗ്നി കൊണ്ടുണ്ടാവുന്ന പിഗ്മെന്റേഷൻ ഒക്കെ കുറയ്ക്കാനായിട്ടും അതുകൊണ്ടുണ്ടാവുന്ന പ്രോബ്ലംസ് ഒക്കെ റെഡ്യൂസ് ചെയ്യാനായിട്ടും ഒക്കെ ആഗ്നി കസ്റ്റമേഴ്സിന് ഇത് വളരെ നല്ല ഒരു ഫേഷ്യലാണ്. അതുപോലെ തന്നെ നമ്മൾ മേക്കപ്പ് ഒക്കെ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഈ ഐസ് ഫേഷ്യൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മേക്കപ്പ് ലോങ് ലാസ്റ്റ് ചെയ്യാനായിട്ടും ഒന്നും കൂടി ഒരു ഗ്ലോ നമുക്ക് ഫിനിഷിങ്ങിൽ വരുമ്പോൾ നല്ലൊരു ഗ്ലോ ഫിനിഷിങ്ങിലേക്ക് കൊണ്ടുവരാനായിട്ടും ഒക്കെ ഈ ഐസ്ക്രീം ഫേഷ്യൽസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ നമ്മുടെ സ്കിന്നിലുള്ള ഓയിൽ കൺട്രോൾ, അത് പ്രത്യേകിച്ച് ഓയിലി സ്കിന്നുകാർക്ക് ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഫേഷ്യലാണിത്. നമുക്ക് നമ്മുടെ ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് കുറയ്ക്കാൻ, മിനിമൈസ് ചെയ്യാനായിട്ടും, അങ്ങനെ ആ ഒലിക്കുന്ന ആ ഒരു ഫീലിംഗ് ഉണ്ടല്ലോ, ഓയിൽ കൊപ്പി എടുക്കാൻ പറ്റുന്ന പോലെ നിൽക്കുന്ന ചില സ്കിന്നുകളുണ്ട്, അതൊക്കെ മിനിമൈസ് ചെയ്യാനായിട്ടും ഒരു പരിധി വരെ കൺട്രോൾ ചെയ്ത് നിർത്താനായിട്ടും ഈ ഐസ് ഫേഷ്യൽ കൊണ്ട് നമുക്ക് സാധിക്കുന്നതാണ്. ഇനി വെറും സാധാരണ ഒരു ഐസ് ഫേഷ്യൽ ആണെങ്കിൽ പോലും നമുക്കതൊരു ഇൻസ്റ്റന്റ് ഗ്ലോയ്ക്ക് നല്ലതാണ്. വെറുതെ ഒരു ഐസ് ഇട്ട് നമ്മളൊന്ന് വെറുതെ ഒന്ന് വാഷ് ചെയ്യുമ്പോൾ തന്നെ, ഒരു തണുത്ത വെള്ളത്തിൽ മുഖം വാഷ് ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു ഇൻസ്റ്റന്റ് ഫീലിംഗ്, നമുക്കൊരു ഗ്ലോ ഫീലിംഗ് കിട്ടുന്നതാണ്. ഐസ് ഫേഷ്യൽ പല സ്കിന്നുകാർക്കും പല പല തരത്തിലാണ് അത് ക്രമീകരിച്ചിട്ടുള്ളത്. അപ്പം വെറുതെ ഇൻസ്റ്റന്റ് ആയിട്ട് സാധാരണ ഒരു ഐസ് ഫേഷ്യൽ ആണെങ്കിൽ പോലും നമുക്കൊരു ഇൻസ്റ്റന്റ് ഗ്ലോയ്ക്ക് അത് വളരെ നല്ലതാണ്. എന്നാൽ ലെമൺ ഐസ് ഫേഷ്യൽ നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്നത് പിഗ്മെന്റേഷൻ ഉള്ളതും ഓയിലി സ്കിന്നുകാർക്കും ആക്നി പിഗ്മെന്റേഷൻ പ്രോബ്ലം ഉള്ളവർക്കൊക്കെയാണ് നമ്മൾ ഈ ലെമൺ ഐസ് ഫേഷ്യൽ യൂസ് ചെയ്യുന്നത്. നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു അടിപൊളി ഫേഷ്യലാണ് ഈ ഓയിൽ സ്കിന്നുകാർക്ക് ഈ ലെമൺ ഐസ് ഫേഷ്യൽ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്കൊരു ബ്രൈറ്റ്നസ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ റോസ് വാട്ടർ കണ്ടന്റഡ് ആയിട്ടുള്ള ഐസ് ഫേഷ്യൽസ് ആണ് നമുക്ക് ബ്രൈറ്റനിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അതുപോലെ ടൊമാറ്റോ കണ്ടന്റഡ് ആയിട്ടുള്ള ഐസ് ഫേഷ്യൽ ഉണ്ട്. അത് നമ്മൾ കൂടുതലും നമ്മുടെ പിഗ്മെന്റേഷൻ മാറ്റാനായിട്ടും ടാൻ കൺട്രോൾ ചെയ്യാനായിട്ടും ടാൻ മാറ്റാനും ഒക്കെ നമ്മളത് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ടാനിന്റെ പ്രോബ്ലം ഉള്ളവർക്കും പിഗ്മെന്റേഷന്റെ പ്രോബ്ലം ഉള്ളവർക്കൊക്കെ ടൊമാറ്റോ ഐസ് ഫേഷ്യൽസ് ആണ് നല്ലത്. ഗ്രീൻ ടീ യൂസ് ചെയ്തിട്ടുള്ള ഫേഷ്യലുകളും ഉണ്ട്. അപ്പോൾ ഗ്രീൻ ടീ യൂസ് ചെയ്തിട്ടുള്ള ഐസ് ഫേഷ്യൽ നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്നത്, നിങ്ങൾക്കറിയാം ഗ്രീൻ ടീ ഒരു ആന്റി ഓക്സിഡന്റ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ ടോക്സിൻസ് മാക്സിമം റിമൂവ് ചെയ്തെടുക്കാനായിട്ടും ആഗ്നി കൺട്രോൾ ചെയ്യാനും വരാതിരിക്കാനും വന്നതിനെ ഒരു പരിധി വരെ നിയന്ത്രിച്ച് നിർത്താനായിട്ടും ഒക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഗ്രീൻ ടീ ഉപയോഗിച്ചിട്ടുള്ള ഐസ് ഫേഷ്യൽസ് ചെയ്യുന്നത്. കുക്കുംബർ യൂസ് ചെയ്തിട്ടുള്ള ഐസ് ഫേഷ്യൽസ് ഉണ്ട്. കുക്കുംബർ യൂസ് ചെയ്താൽ നിങ്ങൾക്കറിയാം, ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ അടിയിലുണ്ടാകുന്ന ഈ പഫ്നെസ്, ഫേസിൽ മൊത്തത്തിൽ ഉണ്ടാകുന്ന ഒരു നീർക്കെട്ട് ഒക്കെ പോലത്തെ പ്രോബ്ലംസിനൊക്കെ നമുക്ക് മിനിമൈസ് ചെയ്യാനായിട്ടും ഫേസിന് ഒതുക്കി കൊണ്ടുവരാനായിട്ടും ഒക്കെ നമുക്ക് കുക്കുംബർ കണ്ടന്റ് ആയിട്ടുള്ള ഐസ് ഫേഷ്യൽസ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് പലതരം ഐസ് ഫേഷ്യൽ ഉണ്ടെന്ന് മനസ്സിലായി. ഓരോ ഐസ് ഫേഷ്യലിന്റെയും ഒരു സെപ്പറേഷൻ നിങ്ങൾക്ക് മനസ്സിലായി. അപ്പം അതുപോലെ തന്നെ ഐസ് ഫേഷ്യൽ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഫേഷ്യലാണ്. നമുക്ക് ഇതിന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തെ ഇത് തന്നെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് എന്നുള്ളത് തന്നെയാണ്. രണ്ടാമതായിട്ട് ഇൻസ്റ്റന്റ് ഗ്ലോ ലഭിക്കും. നിങ്ങളൊരു പെട്ടെന്ന് ഒരു പ്രോഗ്രാമിന് പോകാനായിട്ടൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് പെട്ടെന്ന് ചൂസ് ചെയ്യാൻ പറ്റുന്ന, പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടുന്ന അടിപൊളി ഫേഷ്യലാണ് ഐസ് ഫേഷ്യൽ എന്ന് പറഞ്ഞാൽ.
അതുപോലെ തന്നെ പിമ്പിൾസ് മിനിമൈസ് ചെയ്യാനായിട്ടും പിമ്പിൾസ് വന്ന പാടുകൾ മാറ്റാനായിട്ടും പിഗ്മെന്റേഷൻ മാറ്റാനായിട്ടും അതുപോലെ തന്നെ പോർ മിനിമൈസ് ചെയ്യാനായിട്ടും ഒക്കെ ഓയിൽ സ്കിന്നുകാർക്കൊക്കെ വളരെ അടിപൊളി ഒരു ഫേഷ്യലാണ് ഐസ് ഫേഷ്യൽ എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ബ്രൈറ്റ്നസ് കിട്ടാനായിട്ടും ഒക്കെ നിങ്ങൾക്ക് ഇൻഫ്ലമേഷൻ കുറയ്ക്കാനായിട്ട് പഫ്നെസ് കുറയ്ക്കാനായിട്ട് അതുപോലെ എന്താ പറയുക നമ്മുടെ മേക്കപ്പ് ലോങ് ലാസ്റ്റ് ചെയ്യാനായിട്ടും ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് നമുക്ക് ഈ തരത്തിലുള്ള ഒരു ഫേഷ്യൽ ചൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതുപോലെയുള്ള അടിപൊളി ബ്യൂട്ടി കെയർ ടിപ്സുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് രൂപത്തിൽ ചോദിക്കണം. ഇതുപോലെയുള്ള വാല്യുബിൾ ആയിട്ടുള്ള ഏറ്റവും ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളതുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ താൽക്കാലികമായി ഇവിടെ പറയുന്നു നിങ്ങളുടെ സ്വന്തം ജിജി എബ്രഹാം. അതുപോലെ തന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഇതൊരു അക്കാഡമി കൂടിയാണ്. ലിയ ബ്യൂട്ടി സ്റ്റുഡിയോ ഇതൊരു അക്കാഡമിയാണ്. ഇവിടെ പലതരത്തിലുള്ള ബ്യൂട്ടീഷ്യൻ കോഴ്സുകൾ നടത്തപ്പെടുന്നുണ്ട്. കോസ്മെറ്റോളജി ഡിപ്ലോമ കോഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ മേക്കപ്പിന്റെ ക്ലാസ്സുകളുണ്ട്, നെയിൽ ആർട്ട് ക്ലാസ്സുകളുണ്ട്, മൈക്രോ ബ്ലേഡിങ്ങിന്റെ ക്ലാസ്സുകളുണ്ട്, 1 month ക്രാഷ് കോഴ്സുകളൊക്കെ അവൈലബിൾ ആണ് ഇവിടെ. അപ്പം നമ്മുടെ കൂടെ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുകയോ ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുകയോ ഒക്കെ ചെയ്താൽ മതിയാവും. കൂടുതൽ എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് ഓഫീസിൽ വരാവുന്നതാണ്. അപ്പോൾ താങ്ക് യു.